ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ മൊയ്ന കൾച്ചർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ടു ദ ഫിഷ് സ്റ്റൈൽ ബൈ വിഷ്ണു. ഇതിന് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് കടലപ്പിണ്ണാക്കാണ്. അപ്പം ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കടലപ്പിണ്ണാക്ക് കുതിരാൻ വയ്ക്കണം. പിന്നെ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ ഇതുപോലെ വെള്ളം പിടിച്ച് വെക്കണം. എങ്കിലേ വെള്ളം ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഫ്രഷ് വാട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ കടലപ്പിണ്ണാക്ക് ഏകദേശം നല്ല ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിനെ എടുക്കണം. കുറച്ച് വെള്ളം മതി കേട്ടോ, കുറച്ച് വെള്ളത്തില്ല. അതിന് ശേഷം ഒരു അരിപ്പെടുത്ത് അതിനകത്തൊരു കോട്ടം വെച്ചിട്ട് ഈ നമ്മൾ കുതിർത്ത് വെച്ചില്ലേ കടലപ്പിണ്ണാക്ക്, അതിതുപോലെ നമ്മൾ കൾച്ചർ ചെയ്യാൻ എടുത്ത് വെച്ചേക്കുന്ന വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ ഒരു മിൽക്കി കളർ, ഒരു നല്ല വൈറ്റിഷ് കളർ പോലെ വരും. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒട്ടുമിക്ക ആൾക്കാരും ഇത് വീടുകളിലൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ മൊയ്ന വാങ്ങാൻ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളിതുപോലെ ഈസി ആയിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് ആ ബാക്കി വരുന്നതെല്ലാം ഇതേപോലെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് കൾച്ചർ ചെയ്ത് വെച്ചേക്കുന്ന സാധനം കേട്ടോ. ഇതിനകത്ത് ഏകദേശം കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മൊയ്ന. ഇതും അതുപോലെ 2 ഫിഷ് ബോക്സിൽ ഫ്രിഡ്ജ് ബോക്സിലായിട്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ടും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടായിരുന്നോ, 2 ദിവസത്തെ മൊയ്ന കൾച്ചർ. അത് മൊയ്നകളൊക്കെ വളർന്നു വന്നിരിക്കും. ഇതേപോലെ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ചാറൊക്കെ എടുത്ത് വെക്കണം. ഇനി നമ്മൾ ഇന്നത്തേക്ക് നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യാൻ പോകുന്ന അതിനകത്തോട്ട് ഇടാനുള്ള മൊയ്നേനെ ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്തതിലായിട്ടുണ്ട് മൊയ്ന. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് നമുക്ക് എത്രയാണോ ഇന്ന് കൾച്ചർ ചെയ്യുക, അല്ലെങ്കിൽ എത്രയാണോ കൾച്ചറിന് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കളക്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് കൾച്ചർ ചെയ്യാനില്ലാത്തവരാണെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി. കൊറിയർ വഴി നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും. മൊയ്ന വേണം കൾച്ചർ ചെയ്യാനായിട്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൾച്ചർ ചെയ്യാനുള്ള മൊയ്ന കളക്ട് ചെയ്യാം കേട്ടോ. അതും ഫുള്ള് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് പൈപ്പ് തുറന്ന് വിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ മൊയ്നകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓടിച്ചാടി നടക്കുന്ന നല്ല മൊയ്നക്കുട്ടന്മാരെ കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ ആ ഒരു സ്ട്രെയിനൊക്കെ ഒഴിച്ചാൽ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പം നമ്മൾ 3 എണ്ണമല്ലേ ചെയ്യുന്നത്, 3 എണ്ണത്തിൽ ഈക്വലായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്കി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എളുപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷേ ഈസി ആയിട്ട് ചെയ്യുക. ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നമ്മുടെ ഫാമിലെ എല്ലാ ഫിഷസിനും നമ്മൾ മൊയ്നയാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ഫ്രിഡ്ജ് ബോക്സിലും ഇതുപോലെ ഇപ്പം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വേണ്ടി കാണിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ 3 എണ്ണത്തിനകത്ത് ചെയ്ത് വെച്ചേക്കാം. പിന്നെ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഇത് മൂടി വെക്കണം. ഇത് ചെയ്തതിന് ശേഷം മൂടി വെക്കണം. ഇല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിട്ട് ഇതിനകത്ത് ആ ലാർവയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. അപ്പോൾ താങ്ക് യു.